വിനോദ് സാർ, ഹമാസും ഇസ്രയേലും തമ്മിലുള്ള സമാധാന ധാരണാപത്രം. ആ ധാരണാപത്രത്തെ തുടർന്ന് ഇന്നിതാ ഒരു സമാധാന ഉച്ചകോടി ഈജിപ്തിൽ സംഘടിപ്പിച്ചിരിക്കുകയാണ്. അതിനിടയിൽ 7ഓളം വരുന്ന ഹോസ്റ്റേജസുകൾ ഇസ്രയേലിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്ന് ഇസ്രയേൽ തന്നെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ട്രംപ് ഇസ്രയേലിൽ എത്തിയിട്ടുണ്ട് എന്ന തരത്തിൽ വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഇതിനിടയിൽ ഇന്ത്യയും ഇസ്രയേലും ഹമാസും ഈ 3 രാജ്യങ്ങളുടെ അല്ലെങ്കിൽ ഈ 3 പേരുടെ പ്രതിനിധികൾ ഈ ഈജിപ്തിൽ നടക്കുന്ന സമാധാന ഉച്ചകോടിയിൽ പങ്കെടുക്കില്ല എന്നും അറിയാൻ സാധിക്കുന്നു. വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരും എന്ന് പറഞ്ഞതിന് ശേഷം ബന്ദികളെ ഇരു രാജ്യങ്ങളും അല്ലെങ്കിൽ ഇരുവരും വിട്ടയക്കാം എന്ന് തീരുമാനമെടുത്തതിനു ശേഷമുള്ള സമാധാന ഉച്ചകോടി. ഈ ഉച്ചകോടിയിൽ ഇസ്രയേലും ഹമാസും പ്രധാനമായും പങ്കെടുക്കുന്നില്ല എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം എന്താണ്? ട്രംപിന്റെ കണക്കുകളൊക്കെ പിഴയ്ക്കുകയാണ്. നീതു, ഇത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് പോലെ ഇതിനകത്തുള്ള ഒരു വലിയ പ്രശ്നമെന്ന് പറയുന്നത് ഇപ്പോൾ അവർക്ക് ഏറ്റവും ആദ്യത്തെ ആവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ബന്ദികളെ കൈമാറുക. അത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് പ്രശ്നമാണെന്ന് ഞാൻ 2 ദിവസം മുന്നേ തന്നെ പറഞ്ഞിരുന്നു. അതിൻ്റെ ഏറ്റവും ശക്തമായ സൂചനയാണ് ഇപ്പോൾ അവസാനം നീതു പറഞ്ഞത്. അതായത് ഇതെന്താണ് ഈ ഈജിപ്റ്റ് ഉച്ചകോടി എന്ന് പറയുന്നത് എന്താണ്, അതിന്റെ പ്രസക്തി എന്താണെന്നുള്ള ഒരു വലിയ ചോദ്യമാണ്. അവിടെ ഇസ്രായേൽ പോകുന്നില്ല, ആദ്യത്തെ സംഭവം. ഹമാസും പോകുന്നില്ല, അടുത്ത പ്രശ്നം. അതായത് അവർ രണ്ടുപേരും ആണല്ലോ ഇതിന്റെ ആവശ്യക്കാർ, ഇതിന്റെ പ്രസക്തരായ കക്ഷികൾ. അവർ രണ്ടുപേരും പോകുന്നില്ല എന്നുള്ളത് വളരെ കൗതുകമാണ്. ഇന്ത്യയും പോകുന്നില്ല, പല മറ്റു രാജ്യങ്ങളും വരുന്നുണ്ട്. ഇന്ത്യ പോകാത്തതിന് മറ്റൊരു കാരണം കൂടെ ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ, അതിനകത്തൊരു അത്ര പ്രധാനപ്പെട്ട വ്യക്തിയല്ല. അപ്പം ഇതിനകത്ത് ഈ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ വിദേശ നയ വിജയമായി കരുതുന്ന, അതായത് ട്രംപിന്റെ എങ്കിലും ഈ US പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച 20 ദിന സമാധാന പദ്ധതി, പീസ് പ്ലാൻ, അതിന്റെ ആദ്യഘട്ടം അത് ഇസ്രായേലും ഹമാസും ഈ ഹർക്കത്തുൽ മുഖാവത്തുൽ ഇസ്ലാമിയ എന്ന് പറയുന്ന മൂവ്മെന്റ് അംഗീകരിച്ചതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പൊ അതിനകത്ത് ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഈ ട്രംപ് ഇസ്രായേൽ വന്നിറങ്ങി, അവിടെ നെത്യാഹു നേരിട്ട് പോയിട്ട് അദ്ദേഹത്തെ സ്വീകരിച്ചു. ഇതൊക്കെ വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് ഇത് യുദ്ധം അവസാനിച്ചു എന്നുള്ള പ്രഖ്യാപനം നടത്തിയത് ട്രംപാണ് എന്നുള്ളത് വളരെ രസകരമാണ്. നമ്മുടെ ഈ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് ട്രംപാണ്. ഇവിടെയും ഇതൊരു പ്ലേയിങ് ടു ദ ഗാലറിയാണ്, ഗാലറിക്ക് വേണ്ടി കളിക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. ഇത് അവിടെ ഉച്ചകോടി ചെന്ന് അവിടെ വെച്ച് പറയാം. അത് പ്രധാനമായിട്ടും ഇസ്രായേലും ഹമാസും കൂടെ അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ കുറച്ചും കൂടെ മികച്ചതായിരുന്നു. അത് ചെയ്യൂല, അത് ചെയ്തിട്ടില്ല. അതിനു മുമ്പ് നേരത്തെ ഒരു അവിടുന്ന് വണ്ടി കയറുന്നതിന് മുമ്പ് എന്നെ അടിച്ചു. അപ്പൊ അതൊരു ശരിയായ നടപടിയാണോ എന്നൊക്കെ ചോദിച്ചാൽ, അത് ഔചിത്യം എന്താണെന്നൊക്കെ ചോദിച്ചാൽ അത് ഉണ്ട്. എന്തായാലും അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തി. ഇതിനകത്ത് എന്തായാലും ഇവർ രണ്ടുപേരും താൽക്കാലികമായിട്ട് ബന്ദികളെ കൈമാറാൻ ആദ്യഘട്ടം സമ്മതിച്ചിട്ടുണ്ട്. ഈ ഖത്തർ, ഈജിപ്റ്റ്, തുർക്കി തുടങ്ങിയ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിലാണ് ഈ കരാർ ഇപ്പൊ യാഥാർത്ഥ്യമായിരിക്കുന്നത്. ഇനി ഈ ബന്ദിമോചനം, അതായത് തങ്ങളുടെ ഇപ്പൊ 7 പേരെ മോചിപ്പിച്ചെന്ന് പറഞ്ഞല്ലോ, 20 പേരെ തങ്ങളുടെ കയ്യിലുള്ള ഇസ്രായേലികളെ അവർ ഇന്ന് തന്നെ മോചിപ്പിക്കുമെന്ന് പാലസ്തീൻ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ അതുപോലെ തന്നെ പാലസ്തീൻ തടവുകാർ ഏകദേശം 2000 പേരുണ്ട്, അതിൽ 500 പേരെ ഇന്ന് വിട്ടയക്കും. അതുകൂടാതെ മരിച്ചുപോയ ഇസ്രായേലി ആളുകളായിട്ടുള്ള 28 പേരുടെ മൃതദേഹം കൂടെ കൈമാറും എന്ന് ഇത്രയുമാണ് ഇന്നിപ്പോ എഗ്രി ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ഈ ഗാസയുടെ പുനർനിർമ്മാണം, അവിടെയാണ് അടുത്ത തന്ത്രം നടക്കുന്നത്. അതാണ് ഈ ബന്ദികളെ മോചിപ്പിച്ച ശേഷം ഗാസ പുനർനിർമ്മിക്കുമെന്നും അതിന് ട്രംപ് വളരെ തന്ത്രപരമായ ഒരു കളി കളിച്ചിട്ടുണ്ട്. സമ്പന്നരായ അറബ് രാജ്യങ്ങളിൽ നിന്ന് ധനസഹായം സ്വീകരിക്കും എന്ന് പറയുമ്പോൾ അവരെയാണ് പെടുത്തുന്നത്. അമേരിക്ക 5 പൈസ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടില്ല. അത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെ ട്രംപ് അതും പ്രഖ്യാപിച്ചത് ട്രംപാണ്. ഗാസയുടെ കാര്യങ്ങൾ നിരീക്ഷിക്കാനായി ഒരു സമാധാന ബോർഡ്, അതായത് ഈ അറബ് രാജ്യങ്ങളിലെ ആളുകളെ വെച്ചൊരു സമാധാന ബോർഡ് ഉണ്ടാക്കും. അതിന് താൻ നേതൃത്വം വഹിക്കും. ഇതൊക്കെ പറയുന്നത് ട്രംപാണ്. അവിടെയാണ് അതിന്റെ ഒരു രസം. ട്രംപിന്റെ സന്ദർശനം വരുന്നതിന്റെ ഭാഗമായിട്ട് വെടിനിർത്തൽ കരാർ വന്നിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം ഇസ്രായേലും ഈജിപ്തുമാണ് സന്ദർശിക്കാൻ വേണ്ടി ഒരുങ്ങുന്നത്. ഇസ്രായേലിലെ സെനറ്റിൽ പോയിട്ട് അവിടെ
കെൻസെറ്റ് എന്ന് പറയുന്ന ഇസ്രായേലി പാർലമെന്റ് ഉണ്ട്, അതിൽ സംസാരിക്കും. അതും ധാരണയായിട്ടുണ്ട്. പക്ഷേ ഈ ഇസ്രായേലി സൈന്യത്തിന്റെ പിന്മാറ്റം എന്ന് പറയുന്നത് അവർ പൂർണ്ണമായും പിന്മാറുമെന്ന് ഇതുവരെ ഇസ്രായേൽ സമ്മതിച്ചിട്ടില്ല എന്നുള്ളത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. ഓൾറെഡി തന്നെ ഇസ്രായേലിനകത്ത് ചില തീവ്ര നിലപാടുള്ള മന്ത്രിമാര് ഇത് ശരിയായില്ല എന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഗാസ സിറ്റി തൽക്കാലം അവർ പിടിച്ചടക്കുന്ന പരിപാടി നിർത്തിവെച്ചിരിക്കുന്നു. അവിടേക്ക് ധാരാളം സമാധാന അല്ലെങ്കിൽ എന്താ പറയുക, അവരുടെ ഭക്ഷണം, മരുന്നുകളൊക്കെ ആയിട്ട് വണ്ടികൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ ഇസ്രായേലിന്റെ അടുത്ത് ഹമാസ് പറയുന്ന മറ്റൊരു കാര്യം, അവരുടെ ഒരു 7 പ്രധാനപ്പെട്ട നേതാക്കളെ എന്തായാലും ഇസ്രായേൽ മോചിപ്പിക്കണമെന്നാണ്. ഏകദേശം അവരുടെ പാലസ്തീൻ നേതാക്കൾ 250 പേര് അവരുടെ കയ്യിലുണ്ട്, ഇസ്രായേലിന്റെ കയ്യിലുണ്ട്. 1700 പേര് ഗാസക്കാരുമുണ്ട്. ഈ നേതാക്കളുടെ കാര്യത്തില് അതായത് ഈ പ്രശ്നമുണ്ടാക്കിയ നേതാക്കളെ ഇസ്രായേൽ പിടിച്ചു വെച്ചിട്ടുണ്ട്. അതിന് 7 പേരുടെ കാര്യം അത്യാവശ്യമാണെന്നും 250ഓളം പേരെ വിടണം എന്നൊക്കെയാണ് ഹമാസ് പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ എവിടത്തോളം നടക്കുമെന്നുള്ളത് ഒരു അനിശ്ചിതത്വം ഇപ്പോൾ ഉണ്ട്. ഹമാസിന്റെ നിരായുധീകരണം ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതും എന്ത് സംഭവിക്കുമെന്ന് സംശയമാണ്. നേരത്തെ പറഞ്ഞ പോലെ യുദ്ധാനന്തര ഗാസയുടെ ഭരണം ആരേറ്റെടുക്കും, അതുമായിട്ടുള്ള തർക്കങ്ങള് ഇതിനകത്ത് ഒരു വെല്ലുവിളിയായി തന്നെ മാറും. ചുരുക്കം പറഞ്ഞാൽ ഈജിപ്തിൽ വേറെയും പല രാജ്യങ്ങളും വരുന്നുണ്ട്, പല രാജ്യങ്ങളുടെയും പ്രതിനിധികൾ അവിടോട്ട് എത്തുന്നുണ്ട്, നേതാക്കൾ എത്തുന്നുണ്ട്. അപ്പൊ അതൊരു വിജയാഘോഷം, ഈ ലോകത്തെ കാണിക്കാനുള്ള ഒരു വിജയാഘോഷം മാത്രമായി ചുരുങ്ങാനാണ് സാധ്യത. കാരണം എന്ന് പറഞ്ഞാല് ഇസ്രായേലിന്റെ ആള് വരുന്നില്ല, ഹമാസിന്റെ ആള് വരുന്നില്ല. ഇനി ഹമാസിന്റെ ആള് വരാതിരിക്കാനുള്ള ഒരു പ്രശ്നം എന്താണ്? ഈ ഹമാസിന്റെ ആളിന് പുറത്ത് പ്രത്യക്ഷപ്പെട്ട ആ നിമിഷം തുടങ്ങി അവരെ ട്രാക്ക് ചെയ്യും ഇസ്രായേല്. ഇവൻ ഇപ്പൊ എവിടെ എത്തി, ശരി ഇനി എവിടെ നിന്ന് പോകുന്നു, ചാരക്കണ്ണുകൾ പിന്തുടരും. അപ്പൊ വീണ്ടും അവർക്ക് ഒളിക്കാൻ അത്ര എളുപ്പമാകില്ല. ഇതാണ് ഒരു പക്ഷെ ഹമാസിന്റെ നേതാക്കൾ പുറത്തോട്ട് വരാതിരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഇനി ഈ ഇസ്രായേൽ എന്തുകൊണ്ട് വിട്ടുനിൽക്കുന്നു എന്നുള്ളതെന്ന് വെച്ചാൽ, ഈ അവിടെ ഇവരെല്ലാരും കൂടെ കയറി ചെന്ന് ഒരു തീരുമാനം എടുത്താൽ, ഇസ്രായേലും കൂടെ അവിടെ ഉണ്ടെങ്കിൽ ഇസ്രായേലിന് അതിന്റെ പുറകിൽ അതിനെ അംഗീകരിക്കാനാകാതെ വരും. അതുകൊണ്ടാണ് അവർ തന്ത്രപരമായി മാറി നിൽക്കുന്നത്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇവർ അവിടെ നിന്ന് എന്തെങ്കിലും പറഞ്ഞാൽ അത് ഞങ്ങൾക്ക് സ്വീകാര്യമല്ലെന്ന് പറയാൻ അവിടെ ചെല്ലാതിരുന്നാൽ എളുപ്പമാണ്. ഞങ്ങൾ സമ്മതിച്ചിട്ടില്ല എന്ന് പറയാം. പക്ഷെ ഇവരും കൂടെ അവിടെ ചെന്ന് ഇരുന്ന് കഴിഞ്ഞാൽ, ഇസ്രായേലും കൂടെ ഈജിപ്തിന്റെ ഉച്ചകോടി ചെന്നിരുന്ന് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അതിൽ നിന്ന് പിന്മാറുന്നത് കുറച്ച് പ്രയാസമായി വരും. അപ്പൊ ഈ 2 തന്ത്രപരം, ഹമാസ് വരാത്തത് ഹമാസിന്റെ നേതാക്കളെ ട്രാക്ക് ചെയ്യും എന്നുള്ളത് കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇസ്രായേൽ പോകാത്തത്, ഇസ്രായേൽ അവിടെ ചെന്നിരുന്ന കാര്യങ്ങളിൽ ഇടപെട്ട് തലയിട്ട് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അതിൽ നിന്ന് മാറാൻ പ്രയാസമായിരിക്കും എന്നുള്ള ഒരു പ്രധാനപ്പെട്ട തന്ത്രമാണ് പറയുന്നത്. ഇനി എന്തുകൊണ്ട് ഇന്ത്യ പോകുന്നില്ല? ഈ ട്രംപ് അവിടെ ഇരിക്കുന്നിടത്തോളം കാലം ഇയാള് അൺപ്രഡിക്റ്റബിൾ ആണ്. ഇയാൾ ചില സമയത്ത് വല്ലതും പറയും, പിന്നെ ചിലപ്പോൾ ഒരു പക്ഷേ നമ്മുടെ ചർച്ചകൾ, ഈ താരിഫിനെ കുറിച്ചുള്ള ചർച്ചകളിലൊക്കെ അത് ബാധിക്കും. പുള്ളി ഇങ്ങനെ നോക്കി വെച്ചിരിക്കുക നടക്കുകയാണ്, എവിടാണ് ആളുകളുടെ, അല്ലെങ്കിൽ പിന്നെ നമ്മളും തിരിച്ചതിന് മറുപടി പറയേണ്ടി വരും. അപ്പൊ അത് വെറുതെ ആവശ്യമില്ലാത്തൊരു പ്രശ്നമാകും എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ഇന്ത്യ ഇപ്പൊ ഇസ്രായേലുമായിട്ടും പാലസ്തീൻ കാര്യത്തിലൊക്കെ താല്പര്യമുള്ള ഇന്ത്യ തൽക്കാലം വെറുതെ അവിടെ ചെന്ന്, ഇപ്പൊ ഒന്നാമത് ചർച്ചകൾ നടക്കുന്ന ഒരു സമയമാണ്. ഈ ഇന്ത്യയും അമേരിക്കയുമായിട്ട് ചർച്ച നടക്കുക. ഇയാൾ ഒരു പക്ഷെ ചിലപ്പോൾ ബോധമില്ലാതെ എന്തെങ്കിലും വിളിച്ച് പറയും ഇന്ത്യയുടെ ആളുകളെ കുറിച്ച്, അവസാനം തിരിച്ചത് ചിലപ്പോൾ പ്രശ്നമാകും. അപ്പൊ ഇതൊക്കെയുള്ള സാധ്യതയോടെ തന്ത്രപരമായിട്ട് ഇന്ത്യ മാറി നിൽക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇതൊരു പ്രധാനമായിട്ടും ഇസ്രായേലിനും ഹമാസും അവിടെ ഇല്ലാത്തടത്തോളം കാലം ഇതൊരു ചുമ്മാ ഒരു ആഘോഷ സമ്മേളനം എന്ന് മാത്രമായിട്ട് അത് ചുരുങ്ങാനാണ് അതിനുള്ള ഒരു സാധ്യത. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു സാഹചര്യം എത്തി നിൽക്കുന്നത്. അടുത്ത ദിവസങ്ങളിൽ ആക്ച്വലി എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാണാം എന്നാണ് എനിക്കിപ്പോ തൽക്കാലം ഈ ഒരു സ്റ്റേജിൽ ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. നീതു.
വിനോദ് സാർ പറഞ്ഞതുപോലെ എന്തുകൊണ്ട് ഇന്ത്യയും ഇസ്രയേലും ഹമാസും പങ്കെടുക്കുന്നില്ല എന്നുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 പോയിന്റുകൾ അതാണ്. ഒരുപക്ഷെ ട്രംപ് അവിടെ ഉണ്ടാകും. ട്രംപ് പറയുന്ന കാര്യങ്ങൾ തലകുലുക്കി സമ്മതിക്കുക എന്നുള്ളത് നിലവിൽ ഇന്ത്യക്ക് പ്രായോഗികമല്ല. ഹമാസ് എന്തുകൊണ്ട് വരുന്നില്ല എന്നുള്ള ചോദ്യത്തിന് സാർ പറഞ്ഞത് തന്നെയാണ് വ്യക്തമായ ഉത്തരം. നേതാക്കളെ ട്രാക്ക് ചെയ്യാനുള്ള കൃത്യമായ സജ്ജീകരണങ്ങൾ ഇസ്രയേൽ അവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇസ്രയേൽ എന്തുകൊണ്ട് പങ്കെടുക്കുന്നില്ല എന്ന് ചോദിച്ചാൽ വാക്കുമാറ്റി പറയാൻ പിന്നീട് സാധിക്കില്ലല്ലോ എന്നുള്ള ആലോചനയാണ്. ഇത്തരത്തിൽ എന്തായാലും സമാധാന ഉച്ചകോടിയിൽ പങ്കെടുക്കേണ്ടുന്ന 2 പേർ ആരൊക്കെയാണോ അവർ 2 പേരും പങ്കെടുക്കുന്നില്ല എന്നുള്ളതാണ്. ഡൊണാൾഡ് ട്രംപും അതുപോലെ ഈജിപ്തിലെ പ്രതിനിധികളും അല്ലെങ്കിൽ മറ്റ് അറബ് പ്രതിനിധികളും മറ്റ് ലോക നേതാക്കളും ഒപ്പം പലസ്തീൻ പ്രസിഡന്റായ അബ്ബാസും ഒക്കെ ഈ സമാധാന ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ധാരണയിലെത്തേണ്ടുന്ന ഇസ്രയേലും ഹമാസും ആ ഭാഗത്ത് എവിടെയും ഇല്ല എന്നുള്ളതാണ് കൂട്ടത്തിൽ ഇന്ത്യയും. വ്യക്തമാണ്. താങ്ക് യു വിനോദ് സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.